മലയാറ്റൂർ തേക്കുംതോട്ടം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മഴയില്ല ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കിടന്ന് നല്ലോണം ഉറങ്ങുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കാണ്. എന്തോ വലിയൊരു സൗണ്ട് കേട്ടു. ഏതോ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എനിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ പടിക്കുകയും അതായത് ഈ നമ്മുടെ കപ്പേടയുടെ ഭാഗത്തേക്ക് ഒരു 3 ആന, അതായത് രണ്ട് റോഡ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ആനയും പിന്നെ ഒരു ചെറിയ ആനയും അതിനും ചെറിയൊരു ആന, ഇങ്ങനെ 3 എണ്ണത്തിനെയാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതിക്ക് മുമ്പ് ആന വന്നപ്പോഴും വിളിച്ചു പറഞ്ഞപ്പോഴും ഒരു മേരാമരിയുടെ കസറിലാണ് മില്ലിലാണ് ഇരിക്കണേ. അവർക്ക് മേരാമരിയുടെ മില്ലിൽ എന്തൊരു പണി? സാർമാരും മാത്തന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പറഞ്ഞ സൂപ്പറിനെ വിളിക്കണമെന്ന് പറഞ്ഞു ശിവൻ പറഞ്ഞത്. മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ഈ പ്രദേശത്ത് കാട്ടാന ശല്യം പതിവായി ഉണ്ടാകുന്നതാണോ? മലയാറ്റൂർ നീരീശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് മുളങ്കുഴി ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് പലതവണ വനംവകുപ്പിനോട് പറഞ്ഞിട്ടും കൃത്യമായി ഒരു സക്രിയമായ ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാച്ചർമാരുടെ സേവനം, അതോടൊപ്പം തന്നെ ഫെൻസിംഗ് കൃത്യമായി സ്ഥാപിക്കുക, ഇതൊന്നും ഇപ്പോഴും കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവർ ഉന്നയിക്കുന്നത് 2 ഷിഫ്റ്റുകളിലായി 3-4 വാച്ചർമാരെ വെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ പുലർച്ചെയാണ്, രാത്രി 1 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് 3 കാട്ടാനകൾ എത്തുകയും അതോടൊപ്പം തന്നെ വീടിനോട് ചേർന്നുള്ള മതിലും വീടിന്റെ ഗേറ്റും ഒക്കെ തകർക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രദേശത്തെ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജനവാസ മേഖലയിൽ ഇങ്ങനെ കാട്ടാന ശല്യം ഉണ്ടാകുന്നത്, നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. എന്തായാലും ഈ ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റും മതിലും തകരുകയും ഒപ്പം തന്നെ കൃഷി നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇവർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം പ്രദേശത്ത് കൃത്യമായി തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ച് വനംവകുപ്പ് വാച്ചർമാരുടെ സേവനം കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ വിഷയം സംഭവിച്ചിട്ടും വാച്ചർമാരെ അല്ലെങ്കിൽ വനംവകുപ്പിനെ അറിയിച്ചിട്ടും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജിൽസി. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.